അപ്പോൾ അതിലൊരു കൂട്ടത്തിലൊരു പയ്യൻ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇരുട്ടോടെ ഈ മൊബൈൽ വെളിച്ചത്തിൽ അവൻ ഈ കാറിൻ്റെ അടിയിൽ നിരങ്ങിപ്പോയി ആ ചളിയിൽ കടന്നു പോയിട്ട് പറഞ്ഞു 3-4 വർഷം മുമ്പേ പിന്നെ ഒരു യാത്രയിലായിരുന്നു. അപ്പോൾ എറണാകുളത്ത് ആയിരുന്നു ജോലി. അപ്പോൾ ആ സമയത്ത് ഫാമിലിയായിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നു. അപ്പോൾ ഇടയ്ക്ക് വെക്കേഷനിൽ ഇവിടെ വരും, അങ്ങനെ തിരിച്ചു പോകും. അപ്പോൾ ഞാൻ യാത്രയൊക്കെ പലപ്പോഴും രാത്രിയിലാണ് പോവുക. ഒന്ന് ട്രാഫിക് ജാം ഉണ്ടാവില്ല, പിന്നെ സുഖമായിട്ട് പോവാം, കുട്ടികളങ്ങനെ ഉറങ്ങിക്കോളും. ഞാനങ്ങനെ ഒരിക്കൽ ഒരു രാത്രി ഒരു 1 മണി സമയത്ത് കുട്ടികളൊക്കെ ഒന്ന് ഉറങ്ങി, പാതി ഉറങ്ങി, പിന്നെ വണ്ടിയിലെടുത്ത് വെച്ച് ഞങ്ങളങ്ങനെ പോവാണ്. നമ്മളെ ഈ പട്ടാമ്പി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ എന്താ അറിയാതെ, അതായത് ഒരു സൈഡാക്കി, നമുക്കൊരു എന്താ പറയുക, ഒരു അലർട്ടൊന്നും വന്നിട്ടില്ല, പക്ഷെ എന്തോ എന്നറിയില്ല, വെറുതെ ഒന്നും സൈഡാക്കി. വൈഫ് ചോദിച്ചാൽ അതെ ഒന്നുമില്ല, വെറുതെ സൈഡാക്കിയെന്ന് പറഞ്ഞു. ഒന്ന് ഇറങ്ങി ഡോറ് തുറന്ന് നോക്കുമ്പോൾ പെട്രോൾ ഇങ്ങനെ ഉറ്റുന്നുണ്ട് വാഹനത്തുനിന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ താക്കോലിടുമ്പോൾ എന്താണ് പെട്രോൾ ഉറ്റുന്നു, അതെടുക്കുമ്പോൾ പെട്രോൾ ലീക്ക് അവസാനിക്കുന്നു. വാഹനമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. മക്കളെല്ലാവരും ഉറങ്ങണം, വൈഫ് മാത്രമേ ഉറങ്ങാത്തുള്ളൂ, ഞാനും. അപ്പോൾ ഇനി എന്താ ചെയ്യുക? സമയം ഏകദേശം ഒരു 2 മണി ടൈമാണ്. ആരുമില്ലാത്തൊരു സ്ഥലം, അവിടുന്ന് പട്ടാമ്പിക്ക് ഒരു 3 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യും ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഡോർ തുറന്ന് ഇങ്ങനെ പുറത്ത് നിന്നു. അപ്പോൾ കുറേ പയ്യന്മാർ, നമ്മൾ പിന്നെ ഇപ്പോഴത്തെ പറഞ്ഞ ജെൻസി പിള്ളേരുണ്ടല്ലോ, അപ്പോൾ അവരിങ്ങനെ ബൈക്കിൽ ഇങ്ങനെ ഒരു 10-ലേറെ ബൈക്കിൽ അവരൊരു ജാഥ പോലെ പോയിട്ട് എല്ലാവരും ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ അവരങ്ങനെ പോയി. അതിൻ്റെ മുമ്പും പിമ്പൊക്കെ കുറേ വാഹനങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ അവരൊന്നും ഇങ്ങനെ നിന്നിട്ടൊന്നും ചോദിച്ചൊന്നുമില്ല. ആ പോയ ബൈക്കുകളൊക്കെ അതേപോലെ തിരിച്ചിങ്ങനെ വന്നു. എന്നിട്ട് ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കൊരു പേടിയുണ്ട്, കാരണം സ്ത്രീകളുണ്ട് കാറിൽ, ഒഴിഞ്ഞൊരു സ്ഥലമല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വാഹനത്തിൽ ഇങ്ങനെ പെട്രോള് ഇങ്ങനെ ലീക്കാവുന്നുണ്ട്, എന്താണെന്നറിയില്ല, മഴയൊക്കെ പെയ്തിട്ട് ഒരു ചെറിയ ചളിയൊക്കെ ഉള്ളൊരു സ്ഥലം. അപ്പോൾ അതിലൊരു കൂട്ടത്തിലൊരു പയ്യൻ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇരുട്ടോടെ ഈ മൊബൈൽ വെളിച്ചത്തിൽ അവൻ ഈ കാറിൻ്റെ അടിയിൽ നിരങ്ങിപ്പോയി ആ ചളിയിൽ കടന്നു പോയിട്ട് പറഞ്ഞു ഇത് പെട്രോൾ പോകുന്ന ഒരു ഭാഗത്ത് ഇത് ഈ റബ്ബർ ലീക്കായിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ കഴിയില്ല, എന്തായാലും പോകാൻ കഴിയില്ല, ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു പട്ടാമ്പിയിലേക്കെങ്കിലും എത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അപ്പോൾ ആ കുട്ടികൾ അവിടെ നിന്ന് ഇങ്ങനെ അവരെല്ലാവരും ഇങ്ങനെ അവിടെ ഇങ്ങനെ ആ മൊബൈൽ ലൈറ്റിൽ ഇങ്ങനെ അടിച്ചു നോക്കിയിട്ട് അവിടുന്ന് ഒരു ട്യൂബ് കഷ്ണം എടുത്തിട്ട് അവൻ്റെ വണ്ടിയിൽ എങ്ങനെയോ അങ്ങനെ പറയാണ്, ഞാനിത് എപ്പോഴോ വെച്ചതാണ്, ഒരു പ്ലയർ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് ആ പയ്യൻ എന്ത് ചെയ്തു, അത് നന്നായി ടൈറ്റാക്കി ചുറ്റി. അപ്പോൾ അവൻ തൃപ്തിയായില്ല, നിൽക്കിയിട്ട് പറഞ്ഞു. അവൻ ബൈക്കിൽ പോയിട്ട് എവിടുന്നോ ഒരു 10 മിനിറ്റോളം സമയം എടുത്തു, ഒരു ഇൻസുലേഷൻ ടാപ്പൊക്കെ കൊണ്ടുവന്നിട്ട് അവൻ പറഞ്ഞു നിങ്ങൾ ഈ കുട്ടികളായിട്ട് എന്തായാലും വാഹനത്തിൽ പോയത് ഭയങ്കര അപകടം സംഭവിക്കും, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെയെങ്കിലും മെല്ലെ പോയി പട്ടാമ്പി സൈഡാക്കി ഒരു റൂം എടുത്ത് നിന്നിട്ട് രാവിലെ വണ്ടി ശരിയാക്കിയിട്ട് പോയാൽ മതി ഈ കുട്ടികളൊക്കെ. അപ്പോൾ എൻ്റെ അടുത്താണെങ്കിൽ ഞങ്ങൾ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുപോവുക. അപ്പോൾ ഇവർ പറയുന്നത് അവരതിൻ്റെ തൊട്ടടുത്ത് എവിടെ കൊപ്പം ഭാഗത്ത് എവിടെ എന്തോ ഒരു ഉത്സവം നടക്കുന്നുണ്ട്, അവരെ വീട് ഈ ഭാഗത്തൊന്നും അല്ല. അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഏതൊക്കെയോ കടകളുണ്ട്. അപ്പോൾ അവരൊന്ന് വഴി മാറി പിന്നെ വെറുതെ വന്നതാ പട്ടാമ്പിക്ക്. അങ്ങനെയാണ് ഇത് കാണുകയും അവരെന്നെ സഹായിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളേതായാലും ഫുഡ് കഴിക്കാൻ ഇറങ്ങിയല്ലേ, അപ്പോൾ ഞങ്ങൾ ചെറിയ ചെറിയ ബക്കറ്റിലൊക്കെ കുറേ അതും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞു നിങ്ങളെന്തെങ്കിലും നമ്മൾ സന്തോഷത്തിന് നിങ്ങൾ എന്തെങ്കിലും കഴിക്കണമെന്നാണ്, കുറച്ച് പൈസ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യവും വേണ്ട, കാരണം അവരെന്നെ പറയാം ഞങ്ങൾ നിങ്ങളെ സഹായിക്കാനായിട്ട് ഇവിടെ വന്നതാണ്, ഞങ്ങൾ ഒരിക്കലും വഴി വരേണ്ടവരല്ല എന്ന് പറഞ്ഞ് അവരങ്ങനെയാണ് പോയി. പിന്നെ എനിക്ക് ഒരാളെയും ഫോൺ നമ്പർ വാങ്ങാനൊന്നും പറ്റിയതുമില്ല. പക്ഷേ മാഷാ അല്ലാ ഞാൻ ഇങ്ങനെ പട്ടാമ്പി എത്തിയപ്പോൾ ഞാനിങ്ങനെ നോക്കി ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ തൃശ്ശൂരെത്തിയിട്ട് എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ തൃശ്ശൂരെത്തിയപ്പോൾ ഒരു കുഴപ്പമില്ല. അങ്ങനെ ഞാൻ ഓടി അവസാനം എന്തേ ഞാൻ അവിടെ എത്തി, സുബഹി നിസ്കാരം കഴിഞ്ഞ് അവിടെ എത്തി. പിന്നെ നേരം വെളുത്തിട്ട് വർക്ക്ഷോപ്പ് പോയപ്പോൾ അയാൾ പറഞ്ഞു ഇത് കമ്പനി പോലും ഇങ്ങനെ ഒരു ചുറ്റൂല. അയാൾ പറയണേ ഇത് കമ്പനി പോലും ഇത്ര ഒരു സ്ട്രോങ്, കാരണം ഞാൻ അങ്ങനെ പറഞ്ഞു ഇത്രയും ദൂരം. അപ്പോൾ അയാൾ പറഞ്ഞു ഭയങ്കര അത്ഭുതം കേട്ടോ, കാരണം ഇത്രയും ടൈറ്റാക്കി. അപ്പോൾ ആ പയ്യന്മാരെ ഞാൻ അങ്ങനെ എപ്പോഴും നമ്മളെപ്പോഴും ഈ കുട്ടികളെ നമ്മളിങ്ങനെ ഇപ്പോഴത്തെ ഈ കാലത്തെ കുട്ടികളെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒന്നിനും കിട്ടൂല ഉപകാരം. ഞാനത് നിർത്തി, ഞാൻ ആരോടും വിഷയം പറയില്ല, കാരണം ഇത്രയും നന്മ ചെയ്ത, കാരണം അവരെ കണ്ടാൽ നമുക്കൊക്കെ തോന്നും, അവരെ മുടിയും അവരെ സംസാരം അവരെ പാൻറ്റും ഒക്കെ കണ്ടാൽ അങ്ങനെ നമുക്ക് തോന്നുള്ളൂ, ഒന്നിനും പറ്റും. പക്ഷെ ഈ ജെൻസി പിള്ളേരെ നമ്മളെപ്പോഴും എന്ത് ചെയ്യാറുണ്ട്,
അങ്ങനെ പറയാറുണ്ട്. അതെ പക്ഷെ അതെ അതെ നല്ലൊരു കുറച്ച് കുട്ടികൾ ഒരു 10, മാഷാ അല്ലാ. 17 കുട്ടികളുണ്ടാവും. അതെ അവർ ഒരു ക്രൗഡായി അവിടെ നിന്ന് എല്ലാ ഹെൽപ്പും ചെയ്ത് അതെ അവർ ഒരു ഒരു കുറച്ച് പലഹാരം ഉണ്ടായിരുന്നു. അതെ അതുപോലും അവരെന്ത് ചെയ്തില്ല, അതെ. വേണ്ടാന്ന് പറഞ്ഞ് അവർ സന്തോഷത്തോടെ ചെയ്തു. ഇപ്പോൾ പിന്നെ ഇപ്പം ഇതിന് സമാനമായിട്ടുള്ള കുറേ അനുഭവങ്ങൾ ഇപ്പോൾ നമുക്ക് പങ്കുവെക്കാനുണ്ട്. അതായത് പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം രാത്രി ഹയാത്താക്കുക എന്നുള്ളത് അവരുടെ അതെ. ഒരു 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 ജീവിത ലക്ഷ്യമായിട്ട് വൈബ് കൊണ്ടുനടക്കുന്ന വൈബ് ആൾക്കാണ്. അതായത് എല്ലാവരും ഇങ്ങനെ ഉറങ്ങി ഇതായിട്ട്. എന്നാലോ അതിൽ വളരെ കുറഞ്ഞ ആളുകളാണ് ഈ മോശം വഴികളിൽ അതെ പോകുന്നത്. അതെ ബാക്കിയൊക്കെ ഒരു കമ്പനി കൂടുക അല്ലെങ്കിൽ അങ്ങനെ പോവുക. ഒരു എന്നാൽ അങ്ങനെ രസം. അങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ പറയണത്. ഉം. പക്ഷെ അങ്ങനെയുള്ള അനുഭവങ്ങളിലാണ് ഇപ്പോൾ ഇതൊക്കെ നമ്മൾ വന്നത്. അതെ അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ ഇപ്പോൾ ഈ രാത്രി കുടുങ്ങുന്ന ആൾ ഇപ്പം ഇതേപോലെ പിന്നെ ഒരു സംഗതി ഉണ്ടായിപ്പോൾ പിന്നെ ബസ് കിട്ടാതെ അതെ അതായത് ഒരു രാത്രി ഒരു അങ്ങാടിയിൽ ഇറങ്ങി പിന്നെ വീട്ടിലേക്ക് നടക്കണം ഏകദേശം ഒരു 8 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഏതോ ഒരാൾ ഇതേപോലെ റിട്ടേൺ തിരിച്ചു വന്ന് എന്താ നടക്കുന്നു ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു "ഈ ഒരു വഴിയില്ല ബൈക്കും ഇല്ല ഒന്നുമില്ല." അതെ അപ്പോൾ അയാൾ ആകെ 1 കിലോമീറ്ററേ ഉള്ളൂ അവിടുന്ന് അയാളെ ഉം. വീട്ടിലേക്ക്. അതെ അപ്പോൾ അയാൾ വീണ്ടും പിന്നെ ആൾക്ക് പിന്നെയും വീണ്ടും ഒരു 7 കിലോമീറ്റർ ഓടണം. അപ്പോൾ എന്ത് ചെയ്യണം നമ്മളിതേപോലത്തെ ഒരു പയ്യനാണ് അവൻ നമ്മളെ കൊണ്ടുപോയിട്ട് അവിടെ ആക്കി തന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രതിഫലം ചോദിച്ചപ്പോൾ ഒന്നും നമ്മളോട് ദേഷ്യപ്പെടുക ചെയ്തത്. അതെ അതെ അപ്പോൾ ഇങ്ങനത്തെ കുറേ പിന്നെ അതിൽ വേറൊരു സംഭവം പിന്നെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം നമുക്കൊരു കാവലുണ്ട്. അതെ അതും കൂടി ഇതിനോട് ചേർത്ത് വെക്കണമല്ലോ. അതായത് പിന്നെ ഇപ്പോൾ നമ്മൾ പിന്നെ ഈ പടച്ചോനെ ഞാൻ കണ്ടു അറിയില്ലേ. അതെ ചില ആളുകൾ ഇപ്പോൾ ഈ വിശ്വാസമില്ലാത്ത ഇപ്പോൾ നമ്മളൊക്കെ സ്ഥിരമായിട്ട് ഉം. പടച്ചവൻ്റെ ആ ഒരു ഇത് നമ്മൾ തൊട്ടറിയുന്നവരാണ്. അതെ പക്ഷെ ചില ആളുകൾ നമ്മളെ പിന്നെ വിശ്വാസികളല്ലാത്ത അല്ലെങ്കിൽ അന്യമതസ്ഥരായ ആളുകൾ പറയും ഞാൻ പടച്ചോനെ കണ്ടു പറയും. അതെ അത് ദേ രൂപമാണ്. ഇതാണ് അതായത് നമ്മളിപ്പോൾ എവിടുന്നോ ഒരു സംരക്ഷണം. ആ വഴിയിൽ നമ്മൾ കടന്ന എൻ്റെ ഒരു അവസ്ഥ അതായത് കുട്ടികളുണ്ട് നമ്മൾ ഒറ്റക്കാണെങ്കിൽ ഒരു പ്രശ്നമല്ല നമുക്ക് നടന്ന് അടുത്തൊരു ഡെസ്റ്റിനേഷൻ പിടിക്കാം. പക്ഷേ ഇത് മക്കളുണ്ട് പിന്നെ സ്ത്രീകളുണ്ട് എന്തായിരിക്കും നമ്മൾ ചെയ്യുക. മാത്രമല്ല ചിലപ്പോൾ ഒരു ടെക്നോളജിയും കൂടിയും പഠിക്കാത്ത കുട്ടിയായിരിക്കും. അതെ അതെ അവൻ്റെ ഒരു ഇബിദായത്തനുസരിച്ച് ഒരു കെട്ട് കെട്ടിയതാണ്. കെട്ടിയതാണ്. ആ കെട്ടുകൊണ്ട് നിങ്ങൾ ദൂരം പോയില്ലേ. എത്ര ദൂരം. അതാണ് അതുമല്ല ഒരു തീപ്പൊരി വീണാൽ വൻ അപകടം സംഭവിക്കാം. ഞാനാണെങ്കിൽ രാത്രി ഇനി പമ്പിലൊന്നും കയറണ്ടെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, അത്യാവശ്യം അവിടെ എത്തി കുറച്ചുകൂടി ഓടാനുള്ള ഒരു ഫുൾ ടാങ്ക് പോലെ എണ്ണ കടിച്ചിട്ടാണ് പോയത്. അതെ അത്രയും എണ്ണ ഉള്ളതുകൊണ്ട് തന്നെ ഒരു വൻ സ്ഫോടനം നടക്കും. അതെ അത്രയും ആളുകളെ നമുക്ക് രക്ഷിക്കാനും കഴിയില്ല. അതെ അതെ അപ്പോൾ അതിൽ നിന്നും അള്ളാഹു വലിയൊരു സംരക്ഷണം അതെ നൽകി. ഇങ്ങനെ കുറേ വഴികളിലൂടെ അള്ളാഹു നമ്മളെ കൊണ്ടുപോകും. അതിലൊക്കെ അവൻ കാവലൊരുക്കും. അപ്പം നമ്മൾ പിന്നെ ഇപ്പോൾ അത് എല്ലാം ശ്രദ്ധിച്ചു. ഇപ്പോൾ എണ്ണടക്കം നമ്മൾ ശേഖരിച്ച് വെച്ചു. അതെ പക്ഷെ അതിൽ ഒരു പൈപ്പിൽ നമുക്ക് പോലും അറിയാത്തൊരു പൈപ്പിൽ ഒരു ലീക്ക് വെച്ചു. അതിൽ എണ്ണ ഒഴുകി പോകുന്ന സമയത്ത് നമ്മൾ നിസ്സഹായരാണ്. അതെ പക്ഷെ അവിടെയൊക്കെ പടച്ചവൻ്റെ കാവൽ നമ്മൾ തൊട്ടറിയുമ്പോൾ നമ്മൾ ഒറ്റക്കല്ല എന്നുള്ളൊരു ബോധം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കാൻ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉപകരിക്കട്ടെ എന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്.